ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെ നവംബറിലെ ബഡ്ജറ്റ് ചോർന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രാഷ്ട്രീയ വിവാദം കനക്കുന്നു. സംഭവത്തെ ശക്തമായി അപലപിച്ച് ധനമന്ത്രി തന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രചാരണത്തെ പ്രതിരോധിക്കുകയും ചെയ്തു. ധനമന്ത്രി റേച്ചൽ റീവ്സ് അവതരിപ്പിക്കാനിരുന്ന ബജറ്റിലെ സുപ്രധാന വിവരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ് യുകെയിൽ രാഷ്ട്രീയ കൊളിളക്കം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ട്രഷറി കമ്മിറ്റിയിൽ ഹാജരായ റേച്ചൽ റീവ്സ് ബജറ്റ് ചോർച്ചകൾ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. ചോർന്നുപോയ വിവരങ്ങൾ ഭാഗികവും തെറ്റുമായിരുന്നു. ഇത് സർക്കാരിനെയും രാജ്യത്തെ കടപ്പത്ര വിപണിയെയും ദോഷകരമായി ബാധിച്ചുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ സിവിൽ സർവന്റുമാരോ മന്ത്രിമാരോ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇതിനിടെ കൺസർവേറ്റീവ് പാർട്ടി ധനമന്ത്രിക്കെതിരെ പ്രചാരണം ശക്തമാക്കി. SackReefs.com എന്ന വെബ്സൈറ്റിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഒപ്പിട്ടവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. പ്രതിപക്ഷ നേതാവായ കെമി ബെഡാനോക്ക് റേച്ചൽ റീവ്സ് സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ബജറ്റ് ചോർച്ചകളുമായി ബന്ധപ്പെട്ട ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റീസ് ചെയർമാൻ റിച്ചാർഡ് ഹ്യൂഗ് നേരത്തെ രാജിവെച്ചിരുന്നു.